എടി അമ്മ, അങ്ങ് മുകളിലോട്ട് നോക്ക്. എത്രയാ പുളി. അതെ അതെ, എത്രയാ പുളിയുള്ളത്. എടാ അപ്പു, നീ നോക്കി നിൽക്കാതെ അതിന്റെ മുകളിൽ കയറി പുളിയൊക്കെ പറിക്ക്. ശരിയാ അപ്പു, നീ അതിന്റെ മുകളിൽ കയറി അതൊക്കെ പറിക്ക്. ആ ശരി ശരി, നിങ്ങൾ ധൃതി കൂട്ടല്ലേ, ഞാൻ കയറി പറിക്കാം. എടാ അപ്പു, നീ ആ കാണുന്ന കൊല പറിച്ച് താഴെയിട്. നിങ്ങൾ ഇങ്ങനെ ധൃതി കൂട്ടല്ലേ, ഞാൻ പറിച്ചിട്ടിടാൻ താഴെ. എടാ അപ്പു, നീ ഈ മറ്റേ കൊമ്പിലേക്ക് ചെല്ലി. ആ കൊമ്പിലുമുണ്ട് ധാരാളം പുളി. എടി അത് അങ്ങോട്ടാ ഉള്ളത്, എനിക്ക് പോകാൻ പറ്റുന്നില്ല. എടാ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, എന്നാ പോകാൻ പറ്റും. അയ്യോ, അതെന്താ സാധനം? അതെ അതെ, ഞാനും കണ്ട എന്തോ ഒരു സാധനത്തെ. നിങ്ങൾ മാത്രമല്ല, ഞാനും കണ്ട എന്തോ ഒരു സാധനത്തെ. നിങ്ങൾ എന്തിനാ എന്നെ കണ്ട് ഇങ്ങനെ പേടിക്കുന്നത്? എനിക്കങ്ങനെ പ്രേതത്തിനൊന്നും പേടിയില്ല, ഞാൻ വരുന്നില്ല. എടി ദേവു, ഓടല്ലേ, ഇതാ അപ്പു വരുന്നില്ല, ഒന്ന് വന്ന് സഹായിക്ക്. എടാ അപ്പു, നീ പ്രേതത്തെ കാണുന്നില്ലേ? നിന്നോടാ വരാൻ പറഞ്ഞത്. നിങ്ങളോടല്ലേ പോവാൻ പറഞ്ഞത്? എനിക്ക് ഈ പ്രേതത്തിനെ ഒന്നും പേടിയില്ല. നിന്നോടല്ലേ വരാൻ പറഞ്ഞത്? അയ്യോ, എന്നെ വിളിക്കല്ലേ. എടി ദേവു, ഒന്ന് പെട്ടെന്ന് പോവാൻ നോക്ക്, എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു. അമ്മോ, നീ ഇങ്ങനെ പേടിക്കണ്ട. അത് ആരോ അലക്കാൻ കൊണ്ടുവന്ന ഒരു വെള്ള തുണിയാണെന്ന് വിചാരിച്ചാൽ മതി, എന്നാൽ പേടിയാവില്ല. ശരിയാ, അതൊരു വെള്ള തുണിയാണ്. വെള്ളത്തുണി, വെള്ളത്തുണി, അതൊരു വെള്ളത്തുണി മാത്രമാണ്. അത് നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ്. അത് വെള്ളത്തുണിയൊന്നുമല്ല, അതൊരു പ്രേതമാണ്. അമ്മു, നീ നിന്റെ അനിയനോട് വായ് പൂട്ടാൻ പറ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതൊരു വെള്ളത്തുണി മാത്രമാണ്. എടാ അപ്പു, നീ ഒന്ന് വായ് പൂട്ടി നിൽക്ക്, നിനക്ക് എന്റെ അടുത്ത് നല്ലോണം കൊള്ളും. ഇതെന്താ ഇവരൊക്കെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ പേടിക്കുന്നത്? എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. ഈ ഭൂമിയിൽ അങ്ങനെ പ്രേതം എന്ന് പറയുന്ന സംഗതിയൊന്നുമില്ല. അതൊരു വെള്ളത്തുണി മാത്രമാണ്, വെള്ളത്തുണി. അല്ലെങ്കിൽ തന്നെ പ്രേതം എന്നൊക്കെ പറയുന്നത് വെറും സങ്കല്പമല്ലേ. ഇപ്പം എന്റെ മനസ്സിനൊരു ധൈര്യം വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങനെ ഒരു പ്രേതമേ ഇല്ല. അതൊരു വെറും വെള്ളത്തുണിയാണ്, വെള്ളത്തുണി. അമ്മ, എനിക്ക് വിശക്കുന്നു. 2 ദോശ. കുറച്ച് ഞാൻ ലിറ്റിൽ സ്പൂൺ കാർട്ടൂൺ കാണട്ടെ. ചേച്ചി എന്തിനാ എന്റെ അടുത്ത് വന്നിരിക്കുന്നത്? ചേച്ചി എന്റെ അടുത്ത് എത്ര വന്നിരുന്നാലും ഞാൻ റിമോട്ട് തരില്ല. ഞാൻ ലിറ്റിൽ സ്പൂൺ കാർട്ടൂൺ കാണുകയാണ്. ഞാൻ ഇത്രയും സംസാരിച്ചിട്ടുണ്ട്, ചേച്ചി ഒന്നും മനങ്ങാത്തത് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. ജാനി ചേച്ചി, അമ്മ, ഇവിടെ പ്രേതം വന്നിട്ട്. അമ്മ, രക്ഷിക്ക്, പ്രേതം. എന്നെ ഇപ്പം പേടിക്കൂ. അമ്മ, പ്രേതവുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. ഇത് തന്നെയാ ഞാൻ നിന്നോട് പറഞ്ഞത്, ടിവിയിൽ വേണ്ടാത്തതൊന്നും കാണരുതെന്ന്. അതും ഇത് വിളിച്ചു പറയാതെ ഞാൻ 2 ദോശ ചുട്ടു തരാം, അതും കഴിച്ചു പോയി കിടക്കാൻ നോക്ക്. ഓ, സോഫയുടെ മുകളിൽ ഇട്ടിട്ടുള്ള വെള്ള കളർ തുണി കണ്ടിട്ടാണ് നീ പേടിച്ചത്? അതൊരു വെള്ള തുണിയാണ്. ശരിയാ, അതൊരു വെള്ളത്തുണിയാണ്, വെള്ളത്തുണി. ശരി അമ്മ, എന്നാ എനിക്ക് 2 ദോശ ചുട്ടുതാ. ഇന്നാ അമ്മ, ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോളാം. ശരി ശരി, എന്നാ ഒന്ന് പെട്ടെന്ന് കഴിക്കാൻ നോക്ക്, എന്നിട്ട് വേണം ഒന്ന് കിടക്കാൻ. അതൊരു വെള്ളത്തുണി മാത്രമാണ്, വെള്ളത്തുണി. എനിക്ക് പേടിയൊന്നുമില്ല. പ്രേതം എന്ന് പറയുന്ന സംഗതിയേ ഇല്ല. എടി അമ്മു, നിങ്ങൾക്ക് എവിടുന്നാ പുളി കിട്ടിയത്? അത് ആ പറമ്പത്തിന് കിട്ടിയതാ. എടാ അപ്പു, നീ എന്റെ പുറകെ ഇങ്ങനെ വലിക്കല്ലേ. അമ്മ ഇത് കാണുന്നില്ല, അപ്പു എന്റെ പുറകെ നിന്നും വലിക്കുന്നു. നീ എന്താ അമ്മു ഈ പറയുന്നത്? അപ്പു ഇവിടെയൊന്നുമില്ല. ഇല്ലെന്നോ? എന്താ അമ്മു ഇത്? വെള്ള കളറുള്ള സാധനമൊക്കെ പ്രേതമാണോ? അങ്ങനെ പ്രേതമൊന്നും ഉണ്ടാവില്ല, പ്രേതമൊന്നുമില്ല. അതൊരു വെള്ള കളറുള്ള ഒരു സാധനമാണ്, അല്ലാതെ പ്രേതമൊന്നുമല്ല. ശരി അമ്മ, ദേവ് പറഞ്ഞു അതൊരു വെള്ളത്തുണിയാണ്, വെള്ളത്തുണി. ഇല്ല അമ്മ, ഇനി ഞാൻ ഒരിക്കലും പേടിക്കില്ല. അതൊരു വെള്ളത്തുണിയാണ്, വെള്ളത്തുണി. അതൊരു വെള്ളത്തുണിയാണ്, വെള്ളത്തുണി. അത് വെറും വെള്ളത്തുണിയാണ്, വെള്ളത്തുണി. വെറുതെ അതും ഇത് സങ്കല്പിച്ച് നടക്കും. അങ്ങനെ കിടക്കല്ല അമ്മ, താഴെ ഇപ്പുറം ചേച്ചി എന്നെ കൊള്ള നോക്കി കിടക്കമ്മ. ടിവിയിൽ അതും ഇത് കാണാൻ നിൽക്കും. രാവിലെ ടിവിയുടെ കേബിൾ കട്ട് ചെയ്യാൻ പറയണം, എന്നാൽ കാണില്ലല്ലോ ഇതൊന്നും. എന്താ ദേവു ഇത്? നീ പോയി കുടിച്ചിട്ട് വാ. അമ്മ ഇപ്പൊ ഇവിടെ കിടന്നിട്ടല്ലേ ഉള്ളൂ. നല്ല മോളാണല്ലോ, മോള് പോയി കുടിച്ചിട്ട് വാ. ശരി, ഞാൻ കുടിച്ചിട്ട് വരാമെന്നാൽ. ഈ അമ്മ എവിടെയാ വെള്ളത്തിന്റെ പാത്രം വെച്ചത്? വെള്ളത്തിന്റെ പാത്രം ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. ഇതാ വെള്ളം.